ഗാസയിൽ ഇസ്രായേൽ സൈന്യം വിവിധ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ബോംബ് ആക്രമണങ്ങളിൽ 24 മണിക്കൂറിൽ 5 കുട്ടികളടക്കം 77 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 174 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ വംശഹത്യയാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് വ്യക്തമാണെന്ന് വൈദ്യസഹായ രംഗത്തെ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ സിറിയയിൽ US സേന നടത്തിയ വ്യോമാക്രമണങ്ങളിൽ IS മേധാവി അബു യൂസുഫ് അടക്കം 2 ഭീകരർ കൊല്ലപ്പെട്ടു. കിഴക്കൻ സിറിയയിലെ ദേയർ എസോർ പ്രവിശ്യയിലാണ് ISകാരെ വധിച്ചത്. ഈ മാസം ആദ്യം അസദ് ഭരണകൂടത്തിന്റെ പതനത്തിന് പിന്നാലെ നേരത്തെ സിറിയൻ സൈന്യത്തിന്റെ കീഴിലായിരുന്ന വിവിധ കേന്ദ്രങ്ങളിൽ US സേന ISനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. സിറിയയിൽ നിലവിൽ 2000 US സൈനികരുണ്ട്. 900 സൈനികരെ നേരത്തെ US പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസമാണ് പെന്റഗൺ പുതിയ കണക്ക് വെളിപ്പെടുത്തിയത്. സിറിയയുടെ ഭരണം പിടിച്ച വിമത സേനയെ നയിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ പ്രതിനിധികളുമായി ഇന്നലെ ഡമാസ്കസിൽ US നയതന്ത്രജ്ഞർ കൂടിക്കാഴ്ച നടത്തി. വടക്കൻ സിറിയയിൽ തുർക്കി പിന്തുണയുള്ള സായുധ വിഭാഗവും സിറിയൻ കുർദുകളും തമ്മിൽ തുടരുന്ന സംഘർഷം രൂക്ഷമായി. വേണ്ടിവന്നാൽ സിറിയയിൽ സൈനികമായി ഇടപെടുമെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ മുന്നറിയിപ്പ് നൽകി. തുർക്കി വിരുദ്ധരായ സിറിയയിലെ കുർദ് സായുധ വിഭാഗത്തിന് US പിന്തുണയുണ്ട്. സംഘർഷത്തിനിടെ 2 കുർദ് മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടു. അതിനിടെ UN പലസ്തീൻ അഭയാർത്ഥി സംഘടനയായ UNRWAയുടെ പ്രവർത്തനം ഇസ്രയേൽ നിരോധിച്ച പശ്ചാത്തലത്തിൽ സ്വീഡൻ സഹായം നൽകുന്നത് നിർത്തി. ഗാസയ്ക്കുള്ള സഹായം മറ്റേതെങ്കിലും മാർഗത്തിലാകും ഇനി നൽകുക. UN ഏജൻസിക്ക് ഹമാസ് ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ വിലക്ക് ഏർപ്പെടുത്തിയത്.